എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് മെയ് 2nd വീക്കോടെ പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ +1ൻ്റെ സെയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം, അതുപോലെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷാഫലം ഏകദേശം ഏപ്രിൽ 20-ാം തീയതിയോടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട്, അതായത് ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക, അതുപോലെ റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അതുപോലെ റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ +1ൻ്റെ എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിക്കുക +2 റിസൾട്ടിന് ശേഷമാണ്, അതായത് മെയ് 2nd വീക്കോടെയാണ് നിങ്ങളുടെ റിസൾട്ട് വരിക. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് kerala-results.nic.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഈ ഒരു വെബ്സൈറ്റിൽ മാത്രമേ ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുള്ളൂ. അപ്പോൾ kerala-results.nic.in എന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ DHSC ഫസ്റ്റ് ഇയർ എക്സാം റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞിട്ട് കാണാം. അതായത് ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങളുടെ റോൾ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റോൾ നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള കോളം കാണാം. ജസ്റ്റ് അവിടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് നൽകുമ്പോൾ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ടും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ സ്കൂൾ വൈസ് റിസൾട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കൂളിലെ വിവിധ കോമ്പിനേഷൻ, അത് കോഴ്സ് കോമ്പിനേഷനുകളിൽ ഈ ഒരു പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സയൻസ് ആയിരുന്നാലും ബയോ സയൻസ് ആയിരുന്നാലും നിങ്ങളുടെ കോമ്പിനേഷൻ സയൻസ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്കൂൾ വൈസ് റിസൾട്ട് ആകുമ്പോൾ അതിൽ നിങ്ങളുടെ CE മാർക്ക് ഉൾപ്പെടെയുള്ള മാർക്കാണ് ഓരോ സബ്ജക്റ്റിനും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂൾ വൈസ് റിസൾട്ട് നോക്കിയിട്ട് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്, അതായത് നിങ്ങൾക്ക് ജയിക്കാനല്ല, +1ന് ജയിക്കുക എന്നുള്ള കാര്യമില്ല, ഒരു മിനിമം മാർക്ക് നേടുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ മിനിമം മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ ഓരോ വിഷയത്തിനും വേണ്ട മിനിമം മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. മിനിമം മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ റീവാലുവേഷൻ അപേക്ഷിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രതീക്ഷിച്ച മാർക്ക് തന്നെയാണ് കിട്ടിയുള്ളത് എന്നാൽ മാർക്ക് കുറവാണ് എങ്കിൽ നിങ്ങൾക്കൊന്നുകിൽ സ്ക്രൂട്ടിനി അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി വേണമെങ്കിൽ അപേക്ഷിക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി നിങ്ങൾക്ക് മാർക്ക് കൂട്ടാവുന്നതാണ്. അടുത്ത +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുക 2026 മാർച്ച് മാസത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ +2 നന്നായിട്ട് പഠിക്കുക, അതിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. കാരണം +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുക 2026 മാർച്ചിലെ +1 പരീക്ഷയോടൊപ്പമാണ്. അതായത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് +2 പരീക്ഷ നടക്കും, അതോടൊപ്പം തന്നെ ഇംപ്രൂവ്മെൻറ്റ് എത്തുന്നുണ്ടെങ്കിൽ ഇംപ്രൂവ്മെൻറ്റിന് കൂടി നിങ്ങൾ പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നന്നായിട്ട് ഈ ഒരു +1ൽ മാർക്ക് കുറവുണ്ടെങ്കിൽ +2ന് നന്നായിട്ട് പഠിക്കുക. കാരണം +2ന് നല്ലൊരു മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി എത്ര മാർക്കാണ് ജയിക്കാൻ വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ ഒരു 18 മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത്, അതായത് 18 മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 24 മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതായത് പരീക്ഷയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ CE മാർക്ക് കൂട്ടാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കുന്നതാണ്. അതായത് മിനിമം മാർക്ക് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വേണ്ട മാർക്ക് കിട്ടി. ഇനി അതേസമയം ഇതിൽ കുറവാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു കുറഞ്ഞ മാർക്കും അടുത്ത +2 പരീക്ഷയോടൊപ്പം നേടേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്കൊന്നുകിൽ +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ 2026 മാർച്ച് മാസത്തിലെ +1 പരീക്ഷയോടൊപ്പം എഴുതിയിട്ട് അതിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു മാർക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് ഇതിൻ്റെ ഇരട്ടി മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ +2ന് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും ജയിക്കും. അതേസമയം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു മാർക്കും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് +2 നന്നായിട്ട് പഠിക്കുക, അതുപോലെ തന്നെ അതിന് കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ പറ്റുമെങ്കിൽ അതുകൂടി എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ SSLC പരീക്ഷയുടെ റിസൾട്ട് ഏകദേശം മെയ് 1st വീക്കോടെ വരും. അതിനുശേഷമാണ് +2 റിസൾട്ട് വരിക. അതിനുശേഷം മാത്രമേ +1ൻ്റെ ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് വരുള്ളൂ. അപ്പോൾ എല്ലാ റിസൾട്ടിനും മുമ്പായിട്ട് തന്നെ +1ൻ്റെ സെയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മാർക്ക് കുറവാണെങ്കിൽ ടെൻഷൻ ഒന്നും പഠിക്കേണ്ട, +2ന് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ +1 ഇംപ്രൂവ്മെൻറ്റ് കൂടി എഴുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു മാർക്ക് തന്നെ കിട്ടും. അപ്പോൾ +1ന് മാർക്ക് കുറവാണ് എന്ന് കരുതി +2 പഠിക്കാതിരിക്കരുത്. +2 നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മികച്ചൊരു മാർക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.